നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതെ, നിങ്ങളുടെ മോൾ അഭിഷേകിനെയോ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ ദേവിക, ഗോപികെ, ദേവിക ചേച്ചിയുമായി കല്യാണം ഉറപ്പിച്ചതിന് ശേഷമുള്ള ഏട്ടന്റെ സന്തോഷം താൻ കണ്ടില്ലേ? ആ സന്തോഷം കണ്ടപ്പോഴാണ് എന്റെ മനസ്സ് ഇടറിപ്പോയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ എന്റെ ഏട്ടനെ ഇത്ര സന്തോഷവാനായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാലാക വരുമെന്ന പ്രതീക്ഷയില് എല്ലാം മറന്ന് ആഹ്ലാദിക്കുന്ന ഏട്ടന്റെ മുഖം ഓർമ്മിക്കുമ്പോ സാധിക്കുന്നില്ല ഗോപിക. ഈ കല്യാണം വേണ്ടെന്ന് അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടൊക്കെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓഹോ, അപ്പൊ എന്റെ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഋഷി മാറുകയാണല്ലേ? വേണ്ട, ആരും എന്റെ ഒപ്പം നിക്കണ്ട. പക്ഷേ എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. ദേവികേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടത്താതിരിക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആലോചിച്ചോളാം. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്ത് തന്നെയായാലും ഈ വിവാഹം ഞാൻ മുടക്കിയിരിക്കും. എന്തു തന്നെയായാലും സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അത് നടന്ന നമ്മൾ പെടും. മനസ്സിലാക്കിയിടത്തോളം ദേവിക ബുദ്ധിയുള്ള പെണ്ണ. സിദ്ധുവിന്റെ ബുദ്ധിക്കുറവൊക്കെ അവള് ഭംഗിയായി ബാലൻസ് ചെയ്തോളൂ. അങ്ങനെയുള്ള ഒരുത്തി അവന്റെ ഭാര്യയായി ഈ വീട്ടിൽ കയറി വന്നാൽ അവള് പെണ്ണ. ഒരു സൈഡിൽ നിന്ന് അവള് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെ രണ്ടാളെയും കിടത്തി മൂടാൻ കഴിയുന്ന കുഴിയായി മാറും. അത് നമുക്ക് കൂടുതൽ ചെകഞ്ഞ് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അവളുടെ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. സകല തെളിവും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കല്ലേ. ദൈവമേ, ഇനി അവൾ അതങ്ങനെ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെ അവൾ ആ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഇനി ഭൂമിയിൽ വച്ചേക്കാൻ പാടില്ല. തീർക്കണം. കൊന്നു കുഴിച്ചു മുടണം അവളെ. അവള് പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോരെ കൊല്ലലും കുഴിച്ചുമുടലും ഒക്കെ. അത് മതി. ആദ്യം നമുക്ക് ആ കല്യാണം മുടക്കാൻ നോക്കാം. അതെങ്ങനെ മുടക്കും? ഒരു കണക്കിന് ഗോപിക ഈ കല്യാണത്തിനോട് വിയോജിച്ചിടഞ്ഞു നിൽക്കുന്നത് വളരെയധികം നല്ലതാ. അവളെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് നീ ഇനി അധികം അവളോട് ഉടക്കാൻ നിൽക്കണ്ട. മാത്രമല്ല, അവളുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടാക്കുകയും വേണം. അവക്കിവിടെ ഗ്രൗണ്ട് സപ്പോർട്ട് കുറവാ. ആ കുറവ് രഹസ്യമായി നമ്മൾ പരിഹരിച്ചു കൊടുക്കണം. ആ അത് ഞാൻ ഏറ്റു. ഹലോ അഞ്ജിതേ. അബേട്ടൻ ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങാൻ പോന്നേ ഉള്ളൂ. അഞ്ജു പറഞ്ഞോ. അതെ, നാളൊരു വിശേഷമുണ്ട്, അത് പറയാനാ വിളിച്ചത്. എന്ത് വിശേഷം? എന്ത് വിശേഷം ആയിരിക്കും? വെറുതെ ഒന്ന് ഗസ് ചെയ്യാവോ? നോ ഐഡിയ. ഒരു ഐഡിയയും കിട്ടുന്നില്ല അഞ്ജിത. ഒരു ഐഡിയയും കിട്ടുന്നില്ലേ? എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ബർത്ത്ഡേ ആണോ? കറക്റ്റ്.
നാളെ എന്റെ ബർത്ത്ഡേയാ. എന്റെ അഭിയേട്ടന് വേണ്ടി ഈ അഞ്ജിത കുട്ടി പിറന്നു വീണ ദിവസം. കൊള്ളാലോ. എനിവേ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പക്ഷെ ബർത്ത്ഡേ വിഷിലൊന്നും ഒതുക്കാൻ പറ്റില്ല. പിന്നെന്ത് വേണം? അത് ഞാനാണോ പറയണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ ചോദിച്ചോ. ഒരു ഗിഫ്റ്റ് ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണോ? അത് ഞാൻ തരാലോ. അപ്പോ ഞാനത് പ്രതീക്ഷിച്ചോട്ടെ? ഷുവർ. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം. എന്തായിരിക്കും അഭിയേട്ടൻ എനിക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ്? അത് സർപ്രൈസാ. കാണുമ്പോ അറിഞ്ഞാ മതി. ശരി അഭിയേട്ടാ. എന്തായിരിക്കും ഗിഫ്റ്റ്? എന്തായാലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ആയിരിക്കും. മുഖവരെയൊന്നും വേണ്ട, പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്ന കേട്ടിട്ട് എന്നോട് കലി തുള്ളാൻ നിൽക്കരുത്. കാര്യങ്ങൾ സംയമനത്തോടെ മനസ്സിലാക്കണം. നിങ്ങൾ വിഷയം എന്താണെന്ന് പറ. തുറന്നു പറയാം. ഭദ്രൻ ആ വീട്ടിലേക്ക് വരുന്നതില് എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അന്ന് എന്റെ മോളുടെ വിവാഹം മുടങ്ങിയതില് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭദ്രനെ വിളിച്ചു വരുത്തിയത്. ഓ, അത് ശരി. പക്ഷേ എന്റെ മോളുടെ വിവാഹം പൊന്നാരൻ തോട്ടത്തെ അഭിഷേകമായി നടത്തണം. ഒരിക്കൽ മുടങ്ങിപ്പോയ മോളുടെ വിവാഹം ദൈവമായിട്ട് കൊണ്ടുവന്ന രണ്ടാമത്തെ അവസരമാ. ഇതൊരിക്കലും പാഴാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നടക്കണമെങ്കിൽ ദേവികയും സിദ്ധാർത്ഥം തമ്മിലുള്ള വിവാഹം നടക്കണം. ആ വിവാഹം നടന്നാൽ മാത്രമേ എന്റെ മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവൂ. അതിനിപ്പോ ഞാനെന്താ വേണ്ടത്? ദേവി ഇത് ഭദ്രൻ ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്. അയ്യോ, അതെ, നിങ്ങളുടെ മോള് അഭിഷേകിനെയോ ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷേ ദേവിക, അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും. ആരുടെ ചോരയെ ഞാൻ വീഴ്ത്തും. വേണ്ടി വന്ന സിദ്ധാർത്ഥനെ ആനന്ദിനെ ഒരുമിച്ച് വീഴ്ത്തും. ഭദ്ര, അറിയാലോ അല്ലേ, ഭദ്രൻ ഇതൊന്നും പുത്രിയല്ലെന്ന്. ദേവിക എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാവണം. അല്ലെങ്കിലേ വേറെ ആരും അവളെ വിവാഹം കഴിക്കാൻ വരാത്ത രീതിയിൽ ചീത്തപ്പേരുണ്ടാക്കാൻ എനിക്കറിയാം. ഭദ്ര, ഞാൻ നിന്റെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, എണീക്കാൻ. നിങ്ങളുടെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട, കേട്ടല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.